ഇപ്പോൾ അരുൺ സക്രിയ മാധ്യമങ്ങളിൽ കാണുന്നു. അതിലേക്ക് മയക്കിയിട്ട് നമ്മൾ എന്താ ട്രീറ്റ്മെന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് മയക്കേണ്ട സാഹചര്യം ഉണ്ടോന്നാണ് ആദ്യം പരിശോധിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ ചികിത്സ നൽകേണ്ടതുണ്ടോ അതോ അല്ല, നമ്മൾ ട്രാങ്കുലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു ലൊക്കേഷൻ വേണം. നമുക്ക് അല്ലാണ്ട് നമുക്ക് പറ്റില്ല, വെള്ളത്തിനടുത്തോ അങ്ങനെയൊന്നും പറ്റില്ല, നമുക്ക് ഡെത്ത് ആവും. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നോക്കി ആ വൂണ്ട് നമ്മൾ ഒന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും നമുക്കൊരു ട്രീറ്റ്മെന്റ് വേണ്ട ഒരു വൂണ്ടാണ്. പരിക്കിന്റെ സ്വഭാവം എങ്ങനെയാണ് ഡോക്ടർ? പരിക്കിന്റെ സ്വഭാവം തന്നെ ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് പെനിട്രേറ്റിംഗ് വൂണ്ടല്ല, ഇത് ഒരു പ്രൊജക്ടൈൽ പോയ ഒരു വൂണ്ടായിട്ട് തോന്നുന്നില്ല, ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. സോ അത് നമുക്ക് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് നമ്മൾ സ്കാനേഴ്സ് ഉണ്ട്, അതെല്ലാം വെച്ചിട്ട് നമ്മൾ പരിശോധിക്കും. ഇന്നത്തെ മിഷൻ എന്തൊക്കെയാണ്? ഇന്നും മിഷൻ ചെയ്യാം. ഫസ്റ്റ് ഇപ്പം എങ്ങോട്ട് പോകുന്നത്? എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നോ അവിടേക്ക് പോകുന്നു. അതിന് ശേഷമായിരിക്കും കുങ്കികളെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ. നമ്മൾ കുങ്കിയെ കൊണ്ടുവരാന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇന്റർവെൻഷൻ നമുക്ക് നോക്കിയിട്ട് നമുക്ക് കുങ്കിയെ എടുക്കാന്ന് വെച്ചു. അത് കുങ്കികളെ കൊണ്ടുവന്നിട്ടല്ലേ മയക്ക് വെടിവെക്കുന്ന? അല്ല, അത് നിർബന്ധമൊന്നും ഇല്ല. ഓൺ ഫുട്ട് നമുക്ക് ചെയ്യാം. ടെറൈൻ അത്ര ഒരു ഫേവറബിൾ അല്ല, കുറച്ച് അൺഡുലേറ്റിംഗ് ആണ്. അപ്പം നമുക്ക് അനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. ഈ വെള്ളത്തിന്റെ അടുത്ത് വെച്ച് മയക്ക് വെടിവെക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ അത്തരത്തിലൊരു ലൊക്കേറ്റിലേക്ക് അത് മാറിയിട്ട് നമ്മൾ എന്തായാലും അതിന്റെ പാനയുടെ പുറത്ത് തന്നെ ഉണ്ടാവും. നമ്മളത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട്. ആന എങ്ങനെ ക്ഷീണിതനാണെന്ന് അങ്ങനെ എന്തെങ്കിലും പറയുന്നു? അനിമൽ വീക്കാണ്, കുറച്ച് വീക്കാണ്. സ്വാഭാവികമായിട്ട് കാടിനകത്ത് നടന്നൊരു സംഗതിയാണല്ലോ ഇത് എന്ന് പറഞ്ഞാൽ എലഫന്റ് ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്രീഡിങ് സമയമാണ്, ആനയുടെ ബ്രീഡിങ് സമയമാണ്. ഓക്കെ, ആ സമയത്ത് എലഫന്റ് ഹിറ്റ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ഒരുപാട് ഡെത്ത് ഉണ്ടാവുന്നുണ്ട്, ആനകൾ തമ്മിൽ കുത്തി മരിക്കുന്നുണ്ട്. മൂന്നാറിലൊക്കെ കണ്ടില്ലേ? ആനയെ ഇവിടത്തെയുള്ള സർജന്മാരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ. ആനയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടോ? ആഹാരം കഴിക്കുന്നുണ്ട്? അല്ല, ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷെ സെപ്റ്റിസിമിക് ആണെന്ന ഒരു നിഗമനം ഉണ്ട്. ആരോഗ്യം മോശമാണെങ്കിലും മയക്കുടി വെക്കാൻ കഴിയുമോ? അതിന്റെ അത് നമ്മൾ നോക്കിയിട്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡിങ് സെഡേഷനാണ്. നമ്മൾ ഒരിക്കലും കിടത്തി ഹൈ ഡോസ് കൊടുത്തിട്ടല്ല, നിർത്തി സ്റ്റാൻഡിങ് സെഡേഷനിൽ നമ്മൾ അറിയാലോ പല പ്രോസസ്സുണ്ട്. അനസ്തീഷ്യ ലെവലിലേക്കൊന്നും നമ്മൾ പോകത്തില്ല. ഹിപ്നോസിസ്, നാർക്കോസിസ് ആ ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുങ്കികളുടെ ആവശ്യം ഉണ്ടാവില്ല സാർ? നോക്കട്ടെ.